ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്, ചക്കര തന്നാൽ പാടിത്തരാം. കൈതക്കൂട്ടിലേക്ക് വെച്ച് പിടിക്കുമ്പം എൻ്റെ ലക്ഷ്യം അവിടെ പഴുത്ത് മുഴുത്ത് നിൽക്കുന്ന പൈനാപ്പിളുകളായിരുന്നു ഒരുപാട് നിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പൊ എന്തായാലും എനിക്കൊരു മോഹം തോന്നി, അതിൽ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ മുള്ള് അതായിരുന്നു പ്രശ്നം. ഇതിന്ന് പഴുത്തത് നോക്കി, ഇത് പഴുത്തിട്ടില്ല. ഒരു പ്രത്യേക കളറാണ് ഇവിടുത്തെ പൈനാപ്പിളിന്. ഇതെന്തോ വെറൈറ്റി ആണ് എന്ന് തോന്നുന്നു. സാധാരണ ഞാൻ കണ്ടിട്ടുള്ള പൈനാപ്പിളിനൊക്കെ കളറും ഷേപ്പും ഒക്കെ വ്യത്യാസമുണ്ട്. എന്തായാലും അതിന്ന് പറഞ്ഞ് സ്വന്തമാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ അപ്പൂൻ്റെ അമ്മ വന്നു. കയ്യിലെല്ലാം മുള്ളു കുത്തിയാലും ഞങ്ങൾ അതിന്ന് പറഞ്ഞ പറിച്ചെടുത്തു കേട്ടോ. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇത്. അങ്ങനെ പൈനാപ്പിൾ സ്വന്താക്കിയതോടുകൂടി ഞാൻ ഹാപ്പിയായി. ഇനി ഇതൊന്ന് പഴുത്തിട്ട് കഴിക്കണം, ഒന്നുകൂടി പഴുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ഗുരുവായൂർക്ക് എത്തിയ പൈനാപ്പിള് പിറ്റേ ദിവസമാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. എന്താ പറയുക, ഇതുവരെ കഴിച്ചിട്ടുള്ള പൈനാപ്പിൾ ഒന്നും പൈനാപ്പിളേ അല്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത് ആലങ്കാരികമായിട്ട് പറഞ്ഞതൊന്നുമല്ല, അത്രയും ടേസ്റ്റുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. ഇത് ഏതാ വെറൈറ്റി എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കണ്ടോ ഇതിൻ്റെ കളറ്, മഞ്ഞയും ഓറഞ്ചും ഒക്കെ ആയിട്ട് സുന്ദരി പൈനാപ്പിള്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.